വർഷം മുഴുവൻ മണലാരണ്യത്തിലെ കഠിനമായ ചൂടിലും ജോലി സ്ഥലങ്ങളിലെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും കഴിയുന്ന ഒരു ശരാശരി ഗൾഫ് പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് വേനലവധി കാലമാണ്. നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ കാണാനും കുട്ടികളോടൊപ്പം കുറച്ചു ദിവസം ചെലവഴിക്കാനുമായി മാസങ്ങൾക്ക് മുൻപേ അവർ പ്ലാനുകൾ തയ്യാറാക്കി തുടങ്ങും. വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും നാട്ടിൽ കൊണ്ടുപോകാനുള്ള സമ്മാനങ്ങൾ വാങ്ങാനുമുള്ള ഒരുക്കങ്ങളാൽ ഗൾഫ് നാടുകളിലെ മാർക്കറ്റുകൾ സജീവമാകുന്ന കാലം കൂടിയാണിത്. എന്നാൽ ഇത്തവണത്തെ വേനൽക്കാലം ഗൾഫ് മലയാളി സമൂഹത്തിന് നൽകുന്നത് തികച്ചും നിരാശാജനകമായ വാർത്തകളാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ പുതിയ സർവേ പ്രകാരം പകുതിയോളം പ്രവാസികൾ ഇത്തവണ വേനലവധിക്ക് നാട്ടിലേക്ക് പോകുന്നില്ലെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആകാശം മുട്ട ഉയരുന്ന വിമാന ടിക്കറ്റ് നിരക്കുകളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വിസ പ്രതിസന്ധികളുമാണ് ഈ വലിയൊരു വിഭാഗം ജനങ്ങളെ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ഗൾഫ് മേഖലയിലെ സ്കൂളുകൾക്ക് വേനലവധി പ്രഖ്യാപിക്കുന്നതോടെ വിമാന കമ്പനികൾ നടത്തുന്ന നിരക്ക് വർധനവ് പ്രവാസികൾക്ക് പുതിയൊരു അറിവല്ലെങ്കിലും ഇത്തവണ അതെല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയ എല്ലാ പ്രധാന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള, പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ 4 ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു സാധാരണ തൊഴിലാളിക്കോ അല്ലെങ്കിൽ ഇടത്തരം ശമ്പളമുള്ള ഒരു പ്രവാസി കുടുംബത്തിനോ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ യാത്രാ ചെലവ്. 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട്ടിൽ പോയി വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ടിക്കറ്റ് ഇനത്തിൽ മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന തുക മുഴുവൻ വിമാന കമ്പനികൾക്ക് നൽകേണ്ടി വരുന്നത് പ്രവാസികളുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പലരും കഠിനമായ വിഷമത്തോടെയാണെങ്കിലും ഇത്തവണത്തെ യാത്ര വേണ്ടെന്ന് വെക്കാൻ നിർബന്ധിതരാകുന്നത്. ടിക്കറ്റ് നിരക്കിലെ വർധനവ് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ വിസ നിയമങ്ങളിലെ മാറ്റങ്ങളും കർശനമായ പരിശോധനകളും പലരുടെയും യാത്രാ പദ്ധതികൾക്ക് തടസ്സമായിട്ടുണ്ട്. UAEയിലും സൗദി അറേബ്യയിലും തൊഴിൽ നിയമങ്ങളിലും വിസ പുതുക്കൽ പ്രക്രിയകളിലും വന്ന പുതിയ പരിഷ്കാരങ്ങൾ പല പ്രവാസികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ആശ്രിത വിസകളുടെ കാര്യത്തിലും റെസിഡൻസി പെർമിറ്റുകളുടെ കാലാവധി നീട്ടുന്നതിലും ഉണ്ടാകുന്ന സാങ്കേതികമായ കാലതാമസം കാരണം വിമാന ടിക്കറ്റ് എടുത്തവർക്ക് പോലും കൃത്യസമയത്ത് യാത്ര തിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കുവൈറ്റിലും ഒമാനിലും പ്രവാസികളുടെ തൊഴിൽ വിസകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ കാരണം നാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ഭയവും പലരെയും പിന്തിരിപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ റിസ്ക് എടുക്കാൻ മടിച്ച് പലരും ഈ അവധിക്കാലം ഗൾഫിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവാസി കുടുംബങ്ങൾ തങ്ങളുടെ അവധിക്കാലം ആനന്ദകരമാക്കാൻ പുതിയ വഴികൾ തേടുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയുള്ള ആഭ്യന്തര വിനോദസഞ്ചാരവും സ്റ്റേക്കേഷനുകളും. നാട്ടിൽ പോയി വലിയൊരു തുക വിമാന കമ്പനികൾക്ക് നൽകുന്നതിനേക്കാൾ നല്ലത് തങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലെ റിസോർട്ടുകളിലും വിനോദ കേന്ദ്രങ്ങളിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണെന്ന് പലരും കരുതുന്നു. UAEയിലെ വടക്കൻ എമിറേറ്റുകളായ ഫുജൈറയിലേക്കും റാസൽ ഖൈമയിലേക്കും ഒമാനിലെ സലാല പോലെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലേക്കും സൗദി അറേബ്യയിലെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കുടുംബങ്ങൾ യാത്ര തിരിക്കുന്നു. ഗൾഫിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വലിയ ഇൻഡോർ തീം പാർക്കുകളും മാളുകളും കേന്ദ്രീകരിച്ചുള്ള വിനോദ പരിപാടികളും സജീവമാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ ആഭ്യന്തര ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നുണ്ടെങ്കിലും സ്വന്തം മണ്ണും വീടും പ്രിയപ്പെട്ടവരെയും കാണാൻ കഴിയാത്തതിന്റെ വിഷമം പ്രവാസികളുടെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. വർഷങ്ങളായി തുടരുന്ന ഈ ആകാശക്കൊള്ള അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന ആവശ്യവുമായി പ്രവാസി സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. വിമാന കമ്പനികൾ സീസൺ സമയങ്ങളിൽ നടത്തുന്ന ഈ ചൂഷണം തടയാൻ കൃത്യമായ നിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നാണ് പ്രധാന ആവശ്യം. കൂടുതൽ ചാർട്ടേഡ് വിമാന സർവീസുകൾ അനുവദിക്കുകയോ അല്ലെങ്കിൽ ബജറ്റ് എയർലൈനുകൾക്ക് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള അനുമതി നൽകുകയോ ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമാകൂ. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും വിസ സംബന്ധമായ പ്രശ്നങ്ങളിൽ പ്രവാസികൾക്ക് ആവശ്യമായ നിയമസഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകി പിന്തുണയ്ക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വിയർപ്പിന്റെ വിലയിലാണ് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം അധികാരികൾ വിസ്മരിക്കരുത്. ഈ വേനലവധിക്കാലം ഗൾഫ് പ്രവാസികൾക്ക് നൽകുന്നത് മാറിയ ജീവിത സാഹചര്യങ്ങളുടെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെയും നേർചിത്രമാണ്. പ്രവാസികളുടെ യാത്രാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ കഠിനാധ്വാനം ചൂഷണം ചെയ്യാൻ വിമാന കമ്പനികൾക്ക് അനുവാദം നൽകരുത്. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നും അടുത്ത അവധിക്കാലത്തെങ്കിലും കുറഞ്ഞ ചെലവിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പറക്കാൻ പ്രവാസികൾക്ക് സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.